അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അലാ ആലിഹി വസഹബി അജ്മഈൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇൻഷാ അള്ളാഹ് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഒരു പോൾ വില്യംസ് എന്ന് പറയുന്ന ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന കഥയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻഷാ അള്ളാഹ്. നമ്മൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും വളരെ സാമ്യമുള്ള ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ട മതങ്ങളാണ്. അതായത് നമ്മൾ ഖുർആനിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെയധികമുണ്ട്. ബൈബിളിൽ ഉള്ള പരാമർശം, ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഖുർആൻ പറയുന്നു. അത് ഈസാ, അതായത് ജീസസ് അലൈഹിസ്സലാം പല കാര്യങ്ങളും ബൈബിളിലുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അതായത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. അപ്പോൾ അങ്ങനെ ഈസാ അലൈഹിസ്സലാം അല്ലെങ്കിൽ ജീസസ് വന്ന് ഇവിടെ ജനങ്ങളെ ദൈവത്തിനെ ആരാധിക്കാനായിട്ട് വിളിച്ച ആ കാര്യങ്ങൾ ബൈബിളിൽ അതുപോലെ തന്നെ, അതായത് ജീസസ് പറഞ്ഞ കാര്യങ്ങൾ, യഥാർത്ഥമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ പ്രിസർവ് ആയിരുന്നെങ്കിൽ ഇന്ന് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒരൊറ്റ മതമായിരുന്നു. അതായത് ജീസസിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ജീസസിനെ ബഹുമാനിക്കും, ജീസസിൻ്റെ അമ്മയെ ബഹുമാനിക്കും, അല്ലെങ്കിൽ ഉമ്മയെ ബഹുമാനിക്കും. എന്നിട്ട് നമ്മൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും ബഹുമാനിക്കും. നമ്മളെല്ലാവരും ഒരൊറ്റ കൗമായനെ, നമ്മളെല്ലാവരും ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ആയനെ. പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടും രണ്ട് സെപ്പറേറ്റ് മതങ്ങളായിപ്പോയി അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പോൾ വില്യംസ് എന്ന് പറയുന്ന ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി, അയാൾ ക്രിസ്തു മതത്തിലെ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ക്രിസ്തു മതം വിട്ട് ഇസ്ലാമിലേക്ക് വന്നു. അതിൻ്റെ കാരണങ്ങളാണ് മൂപ്പര് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ കാരണങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇവിടെ ഞാൻ ഇടുന്നുണ്ട്. ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇയാളുടെ ഇംഗ്ലീഷ് വീഡിയോ കാണാം. എന്തുകൊണ്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നു, എന്തുകൊണ്ട് ഞാൻ ക്രിസ്തു മതം വിട്ട് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇനി നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ചില ആൾക്കാർക്ക്, നിങ്ങളിൽ അധികം ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാമായിരിക്കും. നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് നേരിട്ട് ഇദ്ദേഹം പറയുന്നത് കേൾക്കാം. പക്ഷേ ചിലവർക്ക് ചിലപ്പോൾ മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ സൗകര്യത്തിന് വേണ്ടി ഞാനിത് സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. ഇതിന് വേറൊരു കാര്യം കൂടെയുണ്ട്. കാര്യം, ഈ ഇദ്ദേഹം, ഞാൻ കേട്ടിടത്തോളം ഇദ്ദേഹത്തിൻ്റെ വേറെയും കുറേ വീഡിയോസ് ഞാൻ കേട്ടായിരുന്നു. ഇദ്ദേഹം വളരെ നോളജുള്ള ഒരാളാണ്. അതായത് നല്ല ബൈബിളിനെ കുറിച്ച് നല്ല നോളജുള്ള ഒരാളാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി. ഇദ്ദേഹം പറയുന്ന 3 കാര്യങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഇദ്ദേഹത്തെ ക്രിസ്തു മതത്തിൻ്റെ വളരെ നല്ല, അതായത് ഉറച്ച വിശ്വാസിയായിരുന്നു. സ്വന്തമായിട്ട് മുമ്പ് പറയുന്നു, തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ജീസസ് ക്രൈസ്റ്റ് ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്നു. ജീസസ് ക്രൈസ്റ്റ് ഇൻകാർണേഷൻ, ഭൂമിയിൽ വന്ന ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ബൈബിള് ദൈവത്തിൻ്റെ വാക്യമാണെന്ന് വിശ്വസിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബോൺ എഗെയിൻ ആയിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മൂപ്പര് വളരെ അടിയുറച്ച വിശ്വാസിയായിരുന്നു. അങ്ങനെയാണ് മൂപ്പര് സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം പറയുന്നത്, ഞാൻ ഒരു ബൈബിൾ പണ്ഡിതൻ, ആ ബൈബിൾ പണ്ഡിതൻ്റെ പേര് പറയുന്നത് ജെയിംസ് D.G. ഡൺ എന്നാണ്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇദ്ദേഹം പറയുന്ന മറ്റേ ഈ ബൈബിൾ പണ്ഡിതൻ്റെ പുസ്തകം എടുത്ത് കാണിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇതാണ്, ക്രിസ്റ്റോളജി ഇൻ ദ മേക്കിംഗ്. അതായത് ഈ ക്രിസ്തു മതത്തിൻ്റെ അതിൻ്റെ ക്രിയേഷൻ, ഓക്കെ, എ ന്യൂ ടെസ്റ്റമെൻറ്റ് ഇൻക്വയറി ഇൻ ടു ദ ഒറിജിൻസ് ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് ഇൻകാർണേഷൻ. അതായത് ദൈവത്തിൻ്റെ അവതാരം, ജീസസ് ക്രൈസ്റ്റ് ദൈവത്തിൻ്റെ അവതാരമാണെന്ന് പറയുന്ന ആ സംഭവം എവിടെ നിന്ന് ഉടലെടുത്തു എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ബുക്ക്. ഈ ബുക്കിൻ്റെ ഓതർ ഒന്നുകൂടെ ജെയിംസ് D.G. ഡൺ. ഇദ്ദേഹം ന്യൂ ടെസ്റ്റമെൻറ്റ് സ്റ്റഡീസ്, അതിൻ്റെ ഈ ഡർറം യൂണിവേഴ്സിറ്റി, ഇംഗ്ലണ്ടിലെ ഡർറം യൂണിവേഴ്സിറ്റി, ലണ്ടനടുത്തുള്ള ഡർറം യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ പ്രൊഫസറാണ്
ന്യൂ ടെസ്റ്റമെൻ്റ് പ്രൊഫസറാണ്. അപ്പോൾ ഇദ്ദേഹം ഈ നമ്മുടെ പോൾ വില്യംസ്, അതായത് ഇസ്ലാമിലേക്ക് വന്ന പോൾ വില്യംസ് പറയുന്നത് ഈ മിസ്റ്റർ ഡണ്ണിൻ്റെ പുസ്തകം അയാൾ വളരെ ഓണസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, അതായത് സത്യസന്ധമായിട്ട് എഴുതിയിട്ടുണ്ട്. അയാളൊരു ക്രിസ്തുമത വിശ്വാസിയാണ്, ഇപ്പോഴും ആ ബുക്ക് എഴുതുന്ന സമയത്തുമാണ്. പക്ഷേ ഇയാൾ പറയുന്നത് അയാൾ എഴുതിയ കാര്യങ്ങൾ വളരെ ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് മൂപ്പര് എഴുതിയിട്ടുണ്ട്. സത്യസന്ധത മാത്രമല്ല, ആരെയും പേടിക്കാതെ ആരുടെയും കാര്യങ്ങൾ വകവെക്കാതെ ഉള്ള കാര്യങ്ങൾ പച്ചയായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പോൾ വില്യംസ് പറയുന്നു. പോൾ വില്യംസ് ക്രിസ്തുമത വിശ്വാസിയാണ്, ഉറച്ച വിശ്വാസിയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബുക്ക് കണ്ടപ്പം ഈ ബുക്കിനകത്ത് ഇയാൾ പറയുന്ന ഈ ന്യൂ ടെസ്റ്റമെൻ്റ് സ്റ്റഡീസിൻ്റെ കാര്യങ്ങൾ ഈ ബുക്കിൽ കണ്ടപ്പം പോൾ വില്യംസ് പറഞ്ഞ് എനിക്കൊന്ന് വായിച്ച് നോക്കണമെന്നുണ്ട്, എന്താണ് ഇദ്ദേഹം പറയുന്നത്, ഈ പ്രൊഫസർ പറയുന്നത് എന്താണ്. അങ്ങനെ ഈ ബുക്ക് വായിച്ചപ്പം ഇദ്ദേഹം പറയുന്നത് 3 കാര്യങ്ങളാണ് ഈ പ്രൊഫസർ ഡൺ എടുത്തു പറയുന്നത്. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളാണ് എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, അതായത് ക്രിസ്തുമതം വിട്ട് എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ ആ 3 കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഇത് പറയാൻ കാര്യം വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയിലും നമ്മൾ കുറേയധികം കമൻസ് വരുന്നുണ്ട്, പലതരത്തിലുള്ള മോശപ്പെട്ട കമൻസ്, എസ്പെഷ്യലി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറഞ്ഞുകൊണ്ടും പിന്നെ ഇസ്ലാമിനെ ചീത്ത പറഞ്ഞുകൊണ്ടും ഒക്കെ വരുന്നുണ്ട്. അധികം ആൾക്കാരും ഈ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പ്രവാചകൻ്റെ ജീവിതം പഠിച്ചിട്ടില്ല. 1-2 എപ്പിസോഡ് പ്രവാചകൻ്റെ ആയിഷായിട്ടുള്ള റളിയല്ലാഹു അൻഹയുടെ കല്യാണം, അല്ലെങ്കിൽ അങ്ങനെ 1-2 കാര്യങ്ങൾ എടുത്തിട്ട് അതും ഏത് കാലത്താണ് പ്രവാചകൻ ജീവിച്ചിരുന്നത്, ആ കാലത്തുണ്ടായിരുന്ന സമ്പ്രദായം എന്തായിരുന്നു, ആര് ആ സമയത്ത് ജീവിച്ചിരുന്ന ആൾക്കാർ എങ്ങനെ അതിനെ കണ്ടിരുന്നു, ഇതൊന്നും നോക്കാതെ ഇതേപോലെ തന്നെ ഈവൻ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർ ദാവൂദ്, സുലൈമാൻ, ഇവരൊക്കെ ആയിരക്കണക്കിന് ഭാര്യമാരുണ്ടായിരുന്നു. ഇതൊന്നും നോക്കാതെ നമ്മൾ മുസ്ലിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ മുസ്ലിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ദാവൂദ് അലൈഹിസ്സലാമിനെയോ അല്ലെങ്കിൽ സുലൈമാൻ അല്ലെങ്കിൽ പ്രവാചകൻ സോളമൻ അലൈഹിസ്സലാമിനെയോ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും കുറ്റപ്പെടുത്തില്ല. ഇത് അവർ ആ സമയത്ത് 2000 കൊല്ലം മുമ്പ്, 3000 കൊല്ലം മുമ്പ്, 4000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അവിടുത്തെ സമ്പ്രദായങ്ങളും കാര്യങ്ങളും അവർ ഫോളോ ചെയ്തിരുന്നത്. ഇതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾ, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാൾ 2026 അയാളെ നമ്മൾ ഇന്ത്യയുടെ ഇത് തന്നെ എടുത്തോ, ഇന്ത്യയുടെ ലോ, ഓക്കെ, നിയമം എടുത്തോ, 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഒരാളെ ഞാൻ ഇന്നത്തെ സുപ്രീം കോടതിയുടെ ലോ എടുത്തിട്ട് അയാളെ എനിക്ക് ഇന്നത്തെ ലോ വെച്ചിട്ട് 1000 കൊല്ലം മുമ്പ് ജീവിച്ച ഒരാളെ എനിക്ക് ശിക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ കണക്കിലെടുക്കാൻ പറ്റില്ല. ഇന്നത്തെ ലോ, അന്നത്തെ ലോ. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് പലർക്കും ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത് ചില ആൾക്കാർക്ക് ഈ കടമ്പ കടക്കാൻ പറ്റുന്നില്ല. പടച്ചവൻ അവർക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറയാം. ഈ വീഡിയോ എസ്പെഷ്യലി പോൾ വില്യംസിൻ്റെ കാര്യം എടുത്തു പറയാൻ കാരണം വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഉണ്ടാവും, അതായത് ക്രിസ്തു മത വിശ്വാസികളുണ്ടാവും, കാര്യങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ടാവും. അത് അമേരിക്കയിലും ഉണ്ടാവും, കേരളത്തിലും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. എല്ലാവരും സംസാരിച്ചോളണമെന്നില്ല, എല്ലാവരും കമൻ്റ് ഇട്ടോളണമെന്നില്ല, എല്ലാവരും പ്രതികരണം ചെയ്തോളണമെന്നില്ല. പക്ഷേ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യം ഉള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരെ അറ്റാക്ക് ചെയ്യാനോ അല്ല, ഇത് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഓക്കെ, പ്രൊഫസർ ഡണ്ണിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നത് 29ാമത്തെ പേജ് വരെ, ഓക്കെ, ഇദ്ദേഹം മാത്യു, മാർക്ക്, ലൂക്ക്, ഈ 3 ഗോസ്പൽസ്, അതായത് സുവിശേഷങ്ങൾ, മത്തായി, മാർക്കോസ്, പിന്നെ യോഹന്നാൻ, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, ഈ 3 പുസ്തകങ്ങൾ, 3 ഗോസ്പൽസും കംപ്ലീറ്റ് മൂപ്പര് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മൂപ്പര് പറയുന്നതാണ്. ഈ 3 ഗോസ്പൽ പഠിച്ച ശേഷം ജോണിൻ്റെ ഗോസ്പൽ, യോഹന്നാൻ്റെ ഗോസ്പൽ നോക്കുമ്പോൾ ഭയങ്കരമായ വ്യത്യാസമുണ്ട്. ഓക്കെ, ഭയങ്കരമായ വ്യത്യാസം. എൻ്റെ കുറച്ച് നോട്ട്സ് എന്നോട് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കുന്നത്. ഈ ജോണിൻ്റെ ഗോസ്പൽ, യോഹന്നാൻ ഞാൻ ഇംഗ്ലീഷിൽ ജോൺ എന്ന് പറയും, ഞാനിവിടെ അമേരിക്കയിൽ അത് കാരണം അധികവും എനിക്ക് ഇംഗ്ലീഷാണ് വരിക, അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം.
അപ്പം ഈ ജോണിൻ്റെ ഗോസ്പൽ വളരെ വ്യത്യാസമാണ്. മാത്യു, മാർക്ക്, ലൂക്കിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ചോദ്യം പ്രൊഫസർ ഡൺ ഉന്നയിച്ചത്, വാസ് ജീസസ് കോൺഷ്യസ് ഓഫ് ബീയിങ് ദ ഡിവൈൻ സൺ ഓഫ് ഗോഡ്? അതായത് ഈ 3 ഗോസ്പലിൽ, അതായത് അതിന് സിനോപ്റ്റിക് ഗോസ്പൽ എന്ന് പറയും. സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ 3 ഗോസ്പലും, അതായത് മാത്യു, മാർക്ക്, ലൂക്ക്, ഈ 3 ഗോസ്പൽസും ഒരുപോലെ നമ്മുടെ മുമ്പിൽ വെച്ചാൽ നമുക്ക് 3ഉം ഏകദേശം ഒരേപോലെ തോന്നും. അതായത് പല കാര്യങ്ങളും ഇത് 3 ഗോസ്പലിലും ഒരേപോലെയാണ്. അതാണ് സിനോപ്റ്റിക് എന്ന് പറഞ്ഞാൽ. കാണാൻ 3ഉം ഒരേപോലെ ഉണ്ടാവും. ഓക്കെ, ഈ 3 ഗോസ്പലിനെ അടിസ്ഥാനമാക്കി ചോദിച്ചാൽ, അതായത് ജീസസിന് സ്വന്തമായിട്ട് ഈ 3 ഗോസ്പൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമോ? അതായത് ജീസസിന് സ്വന്തമായിട്ട് അറിയാമായിരുന്നോ? ജീസസിന് അറിയാമായിരുന്നോ ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, ഒറിജിനൽ പുത്രനാണെന്ന് ജീസസിന് സ്വന്തം അറിയാമായിരുന്നോ എന്നുള്ളത് ഈ 3 ഗോസ്പൽ വെച്ച് നോക്കിയാൽ ആ ക്വസ്റ്റ്യൻ നോ എന്നുള്ള ആൻസറാണ് വരിക. നോ എന്നുള്ള ആൻസർ വരും. പക്ഷേ ജോണിൻ്റെ കേസിൽ പോയാൽ, അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പോയാൽ, അവിടെയാണെങ്കിൽ പിന്നെ ഇത് മാത്രമാണ് ജോൺ എംഫസൈസ് ചെയ്യുന്നത്. ജോണിൻ്റെ ഈ ഗോസ്പൽ മറ്റ് 3 ഗോസ്പലിനെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾ, 3 പ്രശ്നങ്ങൾ, ഇദ്ദേഹം പ്രൊഫസർ ഡൺ പറഞ്ഞ 3 പ്രശ്നങ്ങൾ ഈ പോളിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതും അത് കാരണമായിട്ട് അവസാനം ഇദ്ദേഹം ക്രിസ്തുമതം വിട്ട് ഇസ്ലാമിലേക്ക് വന്ന കഥയാണ് ഈ പറയുന്നത്. അതിനകത്ത് ഒരു കാര്യം, ജോണിൻ്റെ ബുക്കിൽ, അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇദ്ദേഹം പറയുന്നത് ഈ ജീസസ് ഈ ദൈവത്തെ ഫാദർ എന്ന് പിതാവെന്ന് വിളിക്കുന്നത് 100-ൽ പരം പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. 100-ൽ പരം പ്രാവശ്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ജീസസ് പിതാവിനെ, ഗാഡിനെ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ സ്വന്തത്തെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് 23 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഈ 100 പ്രാവശ്യത്തിലേറെ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട് ദൈവത്തിനെ, 23 പ്രാവശ്യം സ്വന്തത്തെ ദൈവത്തിൻ്റെ പുത്രൻ എന്നും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യമുള്ളത്, മാർക്കിൽ, അതായത് മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അതായത് ഈ മാർക്കോസിൻ്റെ സുവിശേഷം ആണ് ആദ്യത്തെ സുവിശേഷം. അതായത് ജീസസ് ക്രൈസ്റ്റ് പോയ ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് മാർക്കോസിൻ്റെ സുവിശേഷം എഴുതപ്പെടുന്നത്. അത് തന്നെ അതിനകത്ത് പിതാവെന്നുള്ള പരാമർശം, ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത് 3 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. മത്തായിയിൽ 31 പ്രാവശ്യം, ലൂക്കോസിൽ 4 പ്രാവശ്യം, യോഹന്നാൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് 100-ൽ പരം പ്രാവശ്യം ഈ ദൈവത്തെ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാകുന്നത് ഈ ഗ്രാജുവലി, അതായത് ആദ്യത്തെ ഗോസ്പൽ കഴിഞ്ഞ് 2, 3, 4, 4-മത്തെ ഗോസ്പൽ ജോൺ എത്തുന്നത്, യോഹന്നാനിൻ്റെ ഗോസ്പൽ എഴുതപ്പെടുന്നത് 100-120 കൊല്ലങ്ങൾക്ക് ശേഷം, അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ സമയം കഴിഞ്ഞ് 100-120 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഈ ഗോസ്പൽ യോഹന്നാൻ്റെ എഴുതപ്പെടുന്നത്. ആ യോഹന്നാൻ്റെ ഗോസ്പലിൽ വരുമ്പോഴത്തേക്ക് ഈ പിതാവിൻ്റെ യൂസേജ്, പിതാവെന്നുള്ള ടേം 100-ൽ പരം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ പോൾ വില്യംസ് പറയുന്നൊരു കാര്യം, ഈ പ്രൊഫസർ ഡണ്ണിലുള്ളൊരു കാര്യം, എൻ്റെ പിതാവ് എന്ന് പറയുന്ന വാക്കുകൾ, എൻ്റെ പിതാവ്, അതായത് സ്വന്തം പിതാവിന് എൻ്റെ പിതാവ് എന്ന് പറയുന്ന, മറ്റേ ദൈവത്തിനെ പിതാവെന്ന് വിളിക്കുന്നത് വേറെ, ഇത് എൻ്റെ സ്വന്തം പിതാവെന്ന് പറയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1 പ്രാവശ്യം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ പ്രാവശ്യം. ആലോചിച്ച് നോക്കണം, ഏറ്റവും ആദ്യം എഴുതിയ ഗോസ്പൽ അതിനകത്ത് 1 പ്രാവശ്യമാണ് പറയുന്നത്, ഒറ്റ പ്രാവശ്യം. മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രാവശ്യം, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 1 പ്രാവശ്യം എൻ്റെ പിതാവെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? യോഹന്നാൻ്റെ എത്രയെന്നറിയാമോ? 73 പ്രാവശ്യം. അപ്പോൾ അതായത് ആദ്യത്തെ സുവിശേഷത്തിലൊന്നും അതില്ല. പിൽക്കാലത്ത് വന്ന സുവിശേഷത്തിലാണ് ഏറ്റവും കൂടുതൽ എൻ്റെ പിതാവ് അല്ലെങ്കിൽ പിതാവ് എന്നുള്ള പരാമർശങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതൊരു ഇവോൾവായി വന്ന ഒരു സംഭവമാണ്. അതായത് ഇത് ജീസസ് പറഞ്ഞ കാര്യങ്ങളോ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല, പക്ഷേ കാലം കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ പുതിയ സിസ്റ്റം, പുതിയ ഐഡിയാസും തിയോളജിയും ക്രിസ്റ്റോളജിയും വന്ന് അവസാനം
ഈ യോഹന്നാൻ എഴുതുമ്പോൾ ആ യോഹന്നാൻ 73 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആണ് ഒരു വലിയ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലമായിട്ട് ഈ പോൾ വില്യംസ് പ്രൊഫസർ ഡണ്ണിൻ്റെ ബുക്കിൽ നിന്ന് പറയുന്നൊരു കാര്യം ജീസസിൻ്റെ ഇൻകാർണേഷൻ, അതായത് ജീസസ് പണ്ട് മുതലേ അവിടെ ഉണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവമായിരുന്നു, ഇവിടെ മനുഷ്യനായിട്ട് ഇറങ്ങിയതാണ് എന്നുള്ള ആ കാര്യങ്ങൾ ഇത് നമുക്ക് പഴയ മറ്റേ 3 ഗോസ്പലിൽ കാണാൻ പറ്റില്ല, 4-ൽ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇത് നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല, ഇവോൾവ് ആയിട്ട് വന്നതാണ്. ജോണിൽ 8:58 ജോണിൽ പറയുന്നൊരു കാര്യമുണ്ട്, ബിഫോർ എബ്രഹാം വാസ് ഐ ആം, അതായത് എബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ള പരമാശം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ 3 ഗോസ്പലിൽ ആദ്യത്തെ 3 ഗോസ്പലിൽ കാണാൻ പറ്റുന്നില്ല. ഇത് ജോണിൻ്റെ കേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഈ പ്രൊഫസർ തന്നെ ചോദിക്കുന്നൊരു ചോദ്യം, ഇത് ഇത്രയും ജോൺ പല പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ തന്നെയാണ് വഴി, അതുപോലെ ഞാനാണ് വെളിച്ചം, ഞാനാണ് ദൈവം എന്നുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ജോണിൽ ജീസസ് പറയുന്നതായിട്ട് കേൾക്കാം. അപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ 120 വർഷം കഴിഞ്ഞ് എഴുതിയ ഈ ഗോസ്പലിൽ ഇത് കാണാം, പക്ഷേ ഇതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇതിന് ഏകദേശം 50-60 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ മത്തായി, മാർക്കോസ്, ലൂക്കോസിലുള്ള ആ സുവിശേഷത്തിലൊന്നും ഇതൊന്നുമില്ല. ഇവർ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ ജീസസ് ക്രൈസ്റ്റ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 3 സുവിശേഷ കർത്താക്കൾ അവർ ഇത് വിട്ടുകളഞ്ഞത്? ഈ വലിയ വലിയ കാര്യങ്ങൾ വിട്ടുകളഞ്ഞു, അതായത് ഇതാണ് ഏറ്റവും വലിയ വലിയ കാര്യങ്ങൾ ജീസസ് പറഞ്ഞതായിട്ട് പറയുന്നത്, ഇത് വിട്ടുകളഞ്ഞു. പക്ഷേ 120 കൊല്ലം കഴിഞ്ഞ് വന്ന എഴുതിയ പുസ്തകത്തിലാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഇത് ഒരു റെഡ് ലൈനായിട്ട്, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഈ പോൾ വില്യംസിനും മനസ്സിലായി. ഇത് രണ്ടാമത്തെ കാരണമാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഇദ്ദേഹം പറയുന്നൊരു കാര്യം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. നമുക്ക് മാത്യു, മാർക്ക്, ലൂക്കിൽ കാണാം ജീസസ് ക്രൈസ്റ്റ് ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ നിലവാരം വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ചിലപ്പം സംസാരിക്കുന്നത് സ്വന്തം അനുയായികളുടെ അടുത്ത് സംസാരിക്കുന്നത്, ചിലപ്പം ഈ സാധാരണക്കാരോട് സംസാരിക്കുന്നുണ്ട്, ചിലപ്പം ഈ ഫാരിസീസ്, ഈ നോളജുള്ള, ഈ വിദ്യാഭ്യാസമുള്ള, ഈ റിലീജിയനെക്കുറിച്ച് അറിയാവുന്ന, തോറ അറിയാവുന്ന ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്. ചില സമയത്ത് ജീസസ് ക്രൈസ്റ്റ് ശത്രുക്കളോട് സംസാരിക്കുന്നുണ്ട്, ചില സമയത്ത് ഈ ഗലീലിയിൽ സംസാരിക്കുന്നുണ്ട്, ചില സമയത്ത് ജൂഡിയയിൽ സംസാരിക്കുന്നുണ്ട്, ചില സമയത്ത് പാവപ്പെട്ടവർ സംസാരിക്കുന്നു. ഈ സംസാര ശൈലി എല്ലാം വ്യത്യാസമാണ്. കാര്യം വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു പ്രൊഫസർ, നല്ല എഡ്യൂക്കേഷനുള്ള ഒരു സയൻറ്റിസ്റ്റ്, അയാളെ നമ്മൾ ഒരു എലമെൻ്ററി സ്കൂളിൽ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ കൊണ്ടിട്ടാൽ അയാൾ സംസാരിക്കുന്ന ശൈലി ആ കുട്ടികൾക്ക് മുമ്പിലിരിക്കുന്ന റെസിപ്പിയൻസ് ആരാണോ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലാണല്ലോ സംസാരിക്കേണ്ടത്. ഈ പ്രൊഫസർ അല്ലെങ്കിൽ ഈ സയൻറ്റിസ്റ്റ് പോയിട്ട് ബിരുദം നേടിയ അല്ലെങ്കിൽ വേറെ സയൻറ്റിസ്റ്റുകളുടെ മുമ്പിൽ സംസാരിക്കുന്ന ആ ഭാഷയിൽ പിള്ളേരോട് സംസാരിക്കത്തില്ലല്ലോ. പിള്ളേർക്ക് സംസാരിക്കുമ്പോൾ പിള്ളേർക്ക് മനസ്സിലാകുന്ന ഭാഷ സംസാരിക്കും. അങ്ങനെയാണ് ജീസസ് ക്രൈസ്റ്റും മത്തായി, മാർക്കോസ്, ലൂക്കോസിൽ സംസാരിച്ചത്. പക്ഷേ ജോണിൻ്റെ കേസ് വരുമ്പോൾ, യോഹന്നാൻ്റെ കേസ് വരുമ്പോൾ ആ ബുക്കിൽ ജീസസ് ക്രൈസ്റ്റ് സംസാര ശൈലി എല്ലാവരുടെ ഒരേപോലെ. ഓക്കെ, ഇതൊരു റെഡ് ലൈനാണ്. ഇതിപ്പോൾ പറയുമല്ലോ, നമ്മൾ ഈ തെറ്റ് ചെയ്യുമ്പോൾ, അതായത് ഈ ഫോറൻസിക് എവിഡൻസ് എന്ന് പറയും, ഫോറൻസിക് എവിഡൻസ്, എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ അടയാളം ഇട്ടിട്ട് പോകും. ഒന്നെങ്കിൽ അയാളുടെ മുടി, അല്ലെങ്കിൽ അയാളുടെ തമ്പ് ഇംപ്രഷൻ, എന്തെങ്കിലും അവിടെ ഈ ഫോറൻസിക് വിദഗ്ധന്മാർ അവർക്കറിയാം, അവർ കണ്ടുപിടിക്കും, അതുവഴിയാണ് കള്ളനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന ഈ ജോൺ എഴുതിയിരിക്കുന്ന ഭാഷ, ജീസസ് ക്രൈസ്റ്റ് ഇന്ന പറഞ്ഞു എന്ന് പറയുന്ന ഭാഷ, അത് നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് എന്തോ അതിനകത്ത് മായം ചേർന്നതായിട്ട് കാണുന്നുണ്ട് എന്ന് പ്രൊഫസർ ഡൺ എടുത്ത് പറയുന്നു. അതായത് ഈ ജീസസ് ക്രൈസ്റ്റ് എല്ലാവരുടെ ഒരേപോലെ സംസാരിക്കുന്നത്, ഒരേപോലെ. അത് ജോണിൻ്റെ പ്രൊഡക്ഷനാണ്. ജോൺസ് ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ചെടുത്ത തിയോളജിയാണ്
അത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ അല്ല എന്ന് പ്രൊഫസർ ഡൺ പറയുന്നു. അപ്പം ഈ 3 കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിനെ പിതാവെന്ന് വിളിക്കുന്ന ആ ചര്യ അല്ലെങ്കിൽ ആ പ്രാക്ടീസ് ഇത് ഇവോൾവ് ആയിട്ട് വന്നെന്ന് ബൈബിളിൻ്റെ പണ്ഡിതൻ പറയുന്നു. ഒന്ന് ഇതാണ് പോൾ വില്യംസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവം. രണ്ടാമത്തേത് ജീസസ് ക്രൈസ്റ്റ് അവിടെ ആകാശത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. അതായത് ഈ ക്രിയേഷനൊക്കെ എല്ലാം വരുന്നതിന് മുമ്പ് തന്നെ ജീസസ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇൻകാർണേഷനായിട്ട് വന്നതാണ് എന്ന് പറയുന്ന സംഭവം, ഇത് രണ്ടാമത്തെ പ്രശ്നമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. മൂന്നാമത്തെ കാര്യം, ഈ ജീസസിൻ്റെ ഭാഷ, അതായത് ജീസസ് ആൾക്കാരോട് സംസാരിക്കുന്ന രീതി ജോണിൻ്റെ ബുക്കിൽ നോക്കുമ്പോഴത്തേക്ക് സെയിമാണ്. ഈ 3 പ്രശ്നങ്ങളാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത്. ഇത് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതായത് ഇത് ദൈവത്തിൻ്റെ നമ്മുടെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ക്രിസ്തു മതത്തിൻ്റെ ഒറിജിനൽ മെസ്സേജ് കൊണ്ടുവന്ന ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന മെസ്സേജ് റിയൽ മെസ്സേജാണ്. പക്ഷേ ആ മെസ്സേജിനകത്ത് മായം കലർന്നു. അത് കഴിഞ്ഞിട്ട് ഈ എഴുതിയ ആൾക്കാർ 60 കൊല്ലം 70 കൊല്ലം 80 കൊല്ലം 120 കൊല്ലം കഴിഞ്ഞ് എഴുതിയ കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ജീസസ് ക്രൈസ്റ്റിൻ്റെ വാക്കുകൾ പോയി, ജീസസ് ക്രൈസ്റ്റിൻ്റെ ഐഡിയ പോയി, പുതിയ സങ്കല്പനങ്ങളും പുതിയ തിയോളജിയും വന്നിട്ട് ആ മതം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോയി. ഇത് ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ബാർട്ട് എർമൻ എന്ന് പറയുന്ന ഇവിടെ നോർത്ത് കേരളയിൽ താമസിക്കുന്ന പ്രൊഫസർ, ഇവിടെ അടുത്തൊരു യൂണിവേഴ്സിറ്റിയിലാണ് പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞത് ജീസസ് ക്രൈസ്റ്റ് കൊണ്ടുവന്ന മതം മാറിയിട്ട് ആ മതം ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചുള്ള മതമായി. അതായത് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞത് ദ റിലീജിയൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ചേഞ്ച് ടു റിലീജിയൻ എബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഇതാണ് ഈ പോൾ വില്യംസിന് ഉണ്ടായ പ്രശ്നം. ഇത് കാരണമായിട്ട് പോൾ വില്യംസ് ക്രിസ്ത്യാനിറ്റി വിട്ടു ഇസ്ലാമിലേക്ക് വന്നു. കാര്യം ഇസ്ലാമിലെ കാര്യങ്ങൾ വായിച്ചു നോക്കുമ്പം ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒറിജിനൽ മെസ്സേജ് നമ്മൾ ഈ മത്തായി, മാർക്കോസ്, ലൂക്കോസിൽ നമ്മൾ നോക്കുമ്പോൾ ഒറിജിനൽ മെസ്സേജ് നോക്കുമ്പോൾ അത് വായിച്ച് ഖുറാനും വായിക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും ഒന്നാണ്. ഇത് രണ്ടും ജീസസ് ക്രൈസ്റ്റ് ഇവിടെ പറഞ്ഞെന്ന് പറയുന്ന കാര്യങ്ങളും ബൈബിളിൽ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാകുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഒന്നാണ് വെച്ചാൽ. ഇപ്പം പല ആൾക്കാരും പറയുന്നുണ്ട് ഖുർആൻ കോപ്പി അടിച്ചതാണ്. ആക്ച്വലി അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഖുർആൻ ജീസസ് ക്രൈസ്റ്റ് പറയാത്ത കാര്യങ്ങൾ ഇന്നതാണ്, ഇത് പറയാൻ പാടില്ല, ഇന്നതാണ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞെന്ന് അത് കറക്റ്റ് ചെയ്യാൻ വന്ന പുസ്തകമാണ്. അത് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ പുറകെ പോരുത്, നിങ്ങൾ നഷ്ടക്കാരാകും എന്ന് പറയാൻ വന്ന പുസ്തകമാണ് ഖുർആൻ. അപ്പോൾ ഖുർആനിൽ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഒറിജിനൽ മെസ്സേജ് ഉണ്ട്. അത് വായിക്കാനും അതേപോലെ തന്നെ മനസ്സിലാക്കാനും ശേഷിയുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ അതായത് നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ബിലീഫ് സിസ്റ്റത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് വന്നാലും ഇതിലേ പോകാൻ പറ്റൂ എന്ന് തീരുമാനിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതല്ല, ശരിക്ക് നിഷ്പക്ഷമായിട്ട് സിൻസിയറായിട്ട് ഇരുന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ വ്യത്യാസങ്ങൾ കാണാം. എന്നിട്ട് നമുക്ക് പറയാം എനിക്ക് ജീസസ് ക്രൈസ്റ്റിനെ ഫോളോ ചെയ്യണോ, അതല്ല ജീസസ് ക്രൈസ്റ്റിന് ശേഷം വന്ന ആൾക്കാർ എഴുതി വെച്ച ജീസസ് ക്രൈസ്റ്റ് പറയാത്ത കാര്യങ്ങളുടെ പിന്നിൽ പോകണോ എന്നുള്ള തീരുമാനം നമുക്കെടുക്കേണ്ടി വരും. അള്ളാഹു സുബ്ഹാനഹു വ തആല ദൈവം തമ്പുരാൻ നമുക്ക് അതിനുള്ള തൗഫീക്ക്, എബിലിറ്റി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ഈ പോൾ വില്യംസിൻ്റെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.